ഡോക്ടർ, ഞാൻ ഞാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ഡോക്ടർ ഞെട്ടലോടെ എഴുതിക്കൊണ്ടിരുന്ന പേപ്പറിൽ നിന്ന് തല ഉയർത്തി മുൻപിലേക്ക് നോക്കി. പുഞ്ചിരിയോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവർ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിലെ ചെയറിലേക്ക് കൈ കാണിച്ചു. ഹായ് ഡോക്ടർ, ഞാൻ താനിയ. എല്ലാവരും നിയ എന്ന് വിളിക്കും. ഡോക്ടറിൻ്റെ പേര് മായ എന്നാണല്ലേ? ഡോക്ടർ മായ സൈക്കാട്രിസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന നെയിം ബോർഡിലേക്ക് നോക്കിക്കൊണ്ടവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. ഹാ അതേല്ലോ. അല്പം കൊഞ്ചലോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ടവർ അവൾക്ക് നേരെ ഇരു കൈകളും വിടർത്തി. അത് കണ്ടതും പുഞ്ചിരിയോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റവൾ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു. അവരുടെ മാറിൽ തല ചായച്ചുകൊണ്ടവൾ പതിയെ കണ്ണുകൾ അടച്ചു. തൻ്റെ നെഞ്ചിൽ നനവറിഞ്ഞതും അവർ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇതേ സമയം റൂമിലേക്ക് വന്ന നേഴ്സിനെ കണ്ടതും കണ്ണുകൾ കൊണ്ട് അവരോട് പുറത്തു പോകാൻ ആംഗ്യം കാട്ടിക്കൊണ്ടവർ അവളുടെ മുതുകിൽ പതിയെ തലോടി. അല്പം കഴിഞ്ഞതും നിയ ഒന്ന് നോർമലായെന്ന് തോന്നിയവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചെയർ അവരുടെ ചെയറിനരികിലേക്ക് നീക്കിയിട്ട ശേഷം അവളെ അതിലിരുത്തി. അരികിലായി അവരും ഇരുന്നു. ഞാൻ ഡോക്ടറെ ചേച്ചി എന്ന് വിളിച്ചോട്ടെ? അതിനെന്താ, മോൾ അങ്ങനെ വിളിച്ചോളൂ. ചേച്ചി, എനിക്ക് ആത്മഹത്യ ചെയ്യണ്ട. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി തന്നെ നോക്കിക്കൊണ്ട് പറയുന്നവളെ കണ്ടതും അവരൊന്ന് ഞെട്ടിയെങ്കിലും അത് പുറമേ കാണിക്കാതെ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ഞാൻ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവൾ പറയുന്നതിന് മറുപടിയായി മൂളിക്കൊണ്ടവർ അവളുടെ കൈകളിൽ പതിയെ തലോടിക്കൊണ്ട് അവൾ പറയുന്നതിനായി ചെവിയോർത്തു. 20-ാം വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. വിവാഹം എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും ചേർന്ന് ചെക്കനെ കണ്ടുപിടിച്ച് എൻഗേജ്മെൻറ്റ് നടത്തി. എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ ഞാൻ പറഞ്ഞതാ എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന്. പക്ഷെ ആരും കേട്ടില്ല. അന്നൊരു വിഷു ദിവസമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ജന്മദിനവും അന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കാണണമെന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോൾ പോയി വരില്ല എന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ പറഞ്ഞു പാതിയിൽ നിർത്തിക്കൊണ്ടവൾ ഡോക്ടറിനെ നോക്കി. അയാൾ വാശി പിടിച്ചപ്പോൾ അയാളെ കാണാൻ പോയി അല്ലേ? പക്ഷെ അതായിരുന്നു ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അന്ന് അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഒപ്പം സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അയാളെ കാണാനിറങ്ങിയ എന്നെ അയാൾ കൊണ്ടുപോയത് വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിയെ കാണാനായിരുന്നു. അവിടെ ആ സമയം വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുന്നതിനിടെ അവിടേക്ക് വരുന്ന എൻ്റെ വീട്ടുകാരെ കണ്ടതും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും വയ്യാത്ത മുത്തശ്ശിയെ കാണാൻ വന്നതാവോ എന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ വന്നവർ ദേഷ്യത്തോടെ എന്നെ നോക്കുന്നത് കണ്ടതും എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. അല്പം കഴിഞ്ഞതും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ അയാൾക്കൊപ്പം ഒളിച്ചോടി വന്നതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് പറയാൻ തുടങ്ങി എന്നെ അയാളും അയാളുടെ അമ്മയും കൂടെ തടഞ്ഞു. ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന്. അത് കേട്ടതും അയാളുടെ അമ്മ എൻ്റെ കാലിൽ വീണ് കരഞ്ഞു. പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ടവൾ കണ്ണുകൾ അമർത്തി അടച്ചു. കണ്ണുനീർ കവളിലൂടെ ചാലിട്ടൊഴുകി. അച്ഛൻ്റെ കണ്ണു നിറഞ്ഞത് കണ്ടതും ഞാൻ ആകെ വല്ലാതെയായി. പക്ഷേ എന്നെ ഒന്നും പറയാൻ അവർ അനുവദിച്ചില്ല. വന്നവരാണെങ്കിൽ എന്നോടൊന്നും ചോദിക്കുകയും ചെയ്തില്ല. അവസാനം വന്നവർ തിരികെ പോകുന്നത് നോക്കി നിന്ന എൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. കരഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവളെ കണ്ടതും ടേബിളിലുണ്ടായിരുന്ന വെള്ളം അവർ അവൾക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അല്പം ഒന്ന് ഓക്കെ ആയതും അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. എനിക്കെല്ലാം അംഗീകരിക്കാൻ സമയം വേണമായിരുന്നു. അത് ഞാൻ അയാളോട് പറയുകയും ചെയ്തു. എന്നാൽ അത് അയാൾ മനസ്സിലാക്കിയത് വേറൊരു രീതിയിലായിരുന്നു. എനിക്കെൻ്റെ കാമുകനെ മറക്കാൻ കഴിയാഞ്ഞിട്ടാണ് എന്ന്. അങ്ങനെയല്ല എന്ന് എത്ര പറഞ്ഞിട്ടും അയാളത് മനസ്സിലാക്കാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എൻ്റെ മനസ്സും ശരീരവും അംഗീകരിക്കാതെയുള്ള സെക്സ് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും ഞാൻ പരാതി പറഞ്ഞില്ല. അയാളെക്കാൾ 10 വയസ്സിന് ഇളയതായിരുന്നു ഞാൻ. അയാളെപ്പറ്റി എല്ലാം അന്വേഷിച്ച എൻ്റെ വീട്ടുകാർ അയാളുടെ പ്രായം ചോദിക്കാൻ മറന്നു എന്ന് തോന്നുന്നു. വരണ്ടു തുടങ്ങിയ ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചുകൊണ്ടവൾ ശ്വാസം ആഞ്ഞു വലിച്ചു. ആദ്യം ഞാൻ കരുതിയത് എന്നേക്കാൾ മുതിർന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നെ മനസ്സിലാകുമെന്ന. പക്ഷേ അത് തെറ്റാണെന്ന് ആദ്യ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ആദ്യത്തെ ഒരാഴ്ച അയാൾ നിർബന്ധിച്ചെന്നെ അയാളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു. പിന്നെ വല്ലപ്പോഴും മാത്രമായി. ഒരാഴ്ച കൊണ്ട് അയാൾ എൻ്റെ ഫോൺ നശിപ്പിച്ചു. ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനോ കെട്ടിപ്പിടിച്ചൊന്ന് കരയാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയാളും അമ്മയും അനിയനും പിന്നെ സുഹൃത്തുക്കളും, അതായിരുന്നു അയാളുടെ ലോകം. ഞാനെന്ന ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും
അയാൾ ചിന്തിച്ചിരുന്നില്ല. രാത്രി 2 മണിക്ക് വീട്ടിൽ വരുന്ന അയാളെ കണ്ട് ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ച് മാസങ്ങൾ കൂടെ കഴിഞ്ഞതും എനിക്കതിനുള്ള ഉത്തരം കിട്ടി. അയാൾക്ക് മുൻപൊരു കാമുകിയുണ്ടായിരുന്നെന്നും അവളുടെ വിവാഹം കഴിഞ്ഞെങ്കിലും അവളുമായി അദ്ദേഹത്തിന് ഇപ്പോഴും ബന്ധമുണ്ടെന്ന്. അത് ചോദ്യം ചെയ്ത ദിവസം മുതൽ എന്തിനെന്ന് പോലും പറയാതെ എന്നെ ഉപദ്രവിക്കുന്നത് സ്ഥിരമായി. എങ്ങനെയൊക്കെയോ 5 വർഷം ഞാൻ ആ വീട്ടിൽ അയാൾക്കൊപ്പം താമസിച്ചു. ഇതിനിടെ എൻ്റെ അമ്മയും അനിയത്തിയും അച്ഛനും എന്നെ കാണാൻ വരാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ എനിക്കൊപ്പം അയാൾ വീട്ടിലേക്ക് വരികയോ അവരെ ബന്ധുക്കളെന്ന് പോയിട്ടും മനുഷ്യരാണെന്ന് പോലും കണക്കാക്കിയില്ല. എന്നാലും വീട്ടുകാർക്ക് മുന്നിൽ അയാൾ എന്നും നല്ലവനായിരുന്നു. അതുകൊണ്ട് അവരോട് എനിക്കൊന്നും പറയാൻ കഴിയുമായിരുന്നില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടുകാരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അയാൾ വിടാത്തതുകൊണ്ടാണെന്ന് അവരെ ആരെയും കാണാൻ എനിക്ക് വരാൻ കഴിയാത്തതെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അവസാനം അയാൾ ചെയ്തതിനെല്ലാം തെളിവടക്കം എല്ലാവർക്കും മുന്നിലും ഞാൻ തുറന്നു കാട്ടി. പക്ഷേ എന്നിട്ട് പോലും ഞാൻ മാത്രമായി തെറ്റുകാരി. അയാൾക്ക് മുന്നിൽ വെച്ച് ഒരു ദിവസം അച്ഛനെന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അത് കേട്ടതും എന്നെ പുച്ഛത്തോടെ നോക്കുന്ന അയാളെ കണ്ടതും ഞാൻ ആകെ തളർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടവൾ താൻ ധരിച്ച ടോപ്പ് തല വഴി ഊരി മാറ്റി. പെട്ടെന്ന് അവൾ അങ്ങനെ ചെയ്തതും ഡോക്ടർ ഞെട്ടലോടെ അവളെ നോക്കി. ഇരുന്നിടത്തു നിന്നും പതിയെ എഴുന്നേറ്റവൾ ഡോക്ടർക്ക് മുന്നിൽ നേരെ നിന്നു. അവളുടെ വയറിലും മാറിലും കണ്ട പാടുകൾ കണ്ട് അവർ ഞെട്ടലോടെ അവളെ നോക്കി. അയാളുടെ അനിയൻ ചൂടുവെള്ളം ഒഴിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ടവൾ ഇടുപ്പ് വരെയുള്ള മുടി മുന്നിലേക്ക് എടുത്തിട്ടു. മുതുകിൽ കറുത്ത പാടുകൾ കണ്ട ഡോക്ടർ അറിയാതെ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയി. ഇതൊന്നും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. പീരീഡ്സ് ടൈമിൽ എനിക്കുണ്ടാവുന്ന വേദന സഹിക്കാൻ കഴിയില്ല. 10 ദിവസത്തോളം ഞാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ബാത്റൂമിൽ കഴിച്ചു കൂട്ടും. അത്ര വേദനയാ, സഹിക്കാൻ കഴിയില്ല. എന്നിട്ട് നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? അവരെന്നെ പോകാൻ സമ്മതിക്കാറില്ല. കരച്ചിലടക്കാൻ കഴിയാതെ ഏങ്ങലടിച്ചു കൊണ്ടവൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി. ഡിവോഴ്സ് എന്നുള്ളതിലേക്ക് ഞാൻ എത്താൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടവൾ ഫോണിൽ സേവ് ചെയ്ത കുറച്ച് റെക്കോർഡുകൾ ഓൺ ചെയ്തു. അതിലെ ഓരോ വാക്കുകളും കേൾക്കെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൾ കുടിച്ചു ബാക്കി വെച്ച വെള്ളം ഒറ്റ വലിക്ക് കുടിച്ച ശേഷം ഡോക്ടർ ആ റെക്കോർഡ് ഓഫ് ചെയ്തു. ചങ്കുപൊട്ടി കരയുന്ന അവളെ കണ്ടതും അവർ കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഇതൊന്നും പറയാനോ ഇതുപോലെ ചേർന്നിരുന്ന് കരയാനോ എനിക്ക് ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ കാണാൻ വന്നത്. എല്ലാവർക്കും ഞാൻ അയാൾക്കൊപ്പം പോയാൽ മതി, കുടുംബത്തിൻ്റെ മാനം കളയരുത് എന്നാണ് വീട്ടിലെല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ആത്മഹത്യ എന്നുള്ളത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ വല്ലാതെ. പാതിയിൽ നിർത്തിക്കൊണ്ടവൾ അവരുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. ഒന്ന് ശാന്തമായതും ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ഡോക്ടറെ നോക്കി. എനിക്കറിയാം ഞാൻ മെൻ്റലി വല്ലാതെ തളർന്നു പോയെന്ന്. പക്ഷേ ഞാൻ തിരിച്ചു വരും. അതിനെന്നെ ചേച്ചി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടവൾ ആ റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള അതേ പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. 1 മണിക്കൂർ കൊണ്ട് തനിക്ക് അനിയത്തിയായി അവൾ പോകുന്നത് നോക്കി നിന്ന ഡോക്ടറുടെ കണ്ണുകൾ ആ സമയം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.